അഭിനന്ദ പിതാവി, പെരിയ ബഹുമാനപ്പെട്ട ജനാളച്ച, വിവിധ കമ്മീഷനുകളുടെ സെക്രട്ടറി അച്ഛന്മാരെ, ഫൊറോന വികാരിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള അജപാലന സമിതി അംഗങ്ങളെ, ബെൽത്തങ്കടി രൂപതയുടെ ചരിത്രത്തിൻ്റെ അതീവ പ്രാധാന്യമുള്ളതും ഏവരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുമായ വർഷമാണ് ഈ കഴിഞ്ഞ 26 വർഷങ്ങൾ. 26 വർഷം പിന്നിട്ട് നമ്മുടെ രൂപതയുടെ 2024-25 വർഷങ്ങളിലെ അജപാലന പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ 267ാമത്തെ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ബെൽത്തങ്കടി രൂപതാ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ ഇടയനും തലവനും കഴിഞ്ഞ 13 വർഷക്കാലം തിരുസഭയെ നയിച്ച് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ബെൽത്തങ്കടി രൂപതാ കുടുംബത്തിൻ്റെ പ്രണാമം. ഇടവകള്, വൈദികര്, സന്യസ്തര് 55 ഇടവകളും 11 മാസ് സെൻ്ററുമാണ് ഉള്ളത്. നിലവിൽ 4974 കുടുംബങ്ങളും 30,000 കത്തോലിക്ക അംഗങ്ങളും നമ്മുടെ രൂപതയ്ക്കുണ്ട്. 61 വൈദികരിൽ 56 രൂപതാ വൈദികരും 5 സന്യാസ വൈദികരും രൂപതയിലെ ഇടവകളിൽ അജപാലന മേഖലയെ സഹായിക്കുന്നു. 26 സന്യാസ വൈദികരുടെയും 186 സന്യാസിനി സഹോദരിമാരുടെയും ശുശ്രൂഷ രൂപതയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അഭിവന്യ പിതാക്കന്മാർക്ക് സ്വീകരണം. തലശ്ശേരി അതിരൂപത പുതിയ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി പിതാവിനും കണ്ണൂർ രൂപതയുടെ പുതിയ സഹായ മെത്രാൻ മാർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിനും ബിഷപ്സ് ഹൗസിൽ സ്വീകരണം നൽകി. പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിന് സ്വീകരണം. MSMI പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ സോജ ജോൺ, FCC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ അഞ്ജലി, OCD തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പെരിയ ബഹുമാനപ്പെട്ട പീറ്റർ ചക്കിയത്തച്ഛൻ, കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിൻ്റെ കണ്ണൂർ പാവനാത്ത പ്രൊവിൻസിൻ്റെ പുതിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പെരിയ ബഹുമാനപ്പെട്ട വിനോദ് മങ്ങാട്ടിലച്ചൻ, SABS പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ അനീല SABS, ST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ദീപ്തി ജോസ് ST എന്നിവർക്ക് രൂപതാ കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വീകരണം. കർണാടക സർക്കാരിൻ്റെ പുതിയ MLC ശ്രീ ഐവാൻ ഡി സൂസൈക്ക് ബിഷപ്സ് ഹൗസിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. നന്ദിയുടെ നറുമലരുകൾ. വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നും രൂപതയെ സേവനത്തിനായി കടന്നുവന്ന് സുത്യർഹമായ സേവനത്തിനു ശേഷം തിരിച്ചു പോകുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. എള്ളുകുച്ചി ഇടവകയിൽ 2 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയമ്പുറത്തച്ഛനെയും ഉടനെ അറച്ചനമ്മക്ക് ഇടവകയിൽ 6 മാസക്കാലം അസ്തേന്തിയായി ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട തോമസ് കച്ചോല കാലായിലച്ഛനെയും രൂപത നന്ദിയോടെ സ്മരിക്കുന്നു. സ്വാഗതം. എള്ളുകൊച്ചി ഇടവകയിൽ സേവനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പന്തലാടിക്കലച്ഛനെയും നെല്ലിയാടി ആർലൈ ചിലമ്പാടി ഇടവകളിൽ ശുശ്രൂഷയ്ക്കെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സ് മുതുപ്രാകലച്ഛനെയും ബംഗാടി മരിയാംബിക സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തിരുവമൂല ക്ലരീഷൻ അച്ഛനെയും രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുമോദനങ്ങൾ. ബാംഗ്ലൂരു മോൺഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൈക്കോളജി കൗൺസിലിങ്ങിൽ ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ജോസഫ് ചീരനച്ഛനും COVID-19 കാലത്ത് ചെയ്ത പ്രവർത്തനത്തെ വിലമതിച്ചുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ എക്സലൻസ് അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട ആദർശ പുതിയടത്തച്ഛനും MSc ബോട്ടണിയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ റവറൻഡ് സിസ്റ്റർ ബിബീന സ്വീഡൽ SABSനും MSc കൗൺസിലിംഗ് സ്പിരിച്വാലിറ്റിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സിസ്റ്റർ റോസ്ലിൻ പൈക്കാട്ട് SHനും രൂപതാ കുടുംബത്തിൻ്റെ അഭിനന്ദനങ്ങൾ. സെമിനാരി വാർത്തകൾ. 2025-26 വർഷങ്ങളിൽ 30 സെമിനാരിക്കാർ പരിശീലനം സ്വീകരിക്കുന്നു. നവസന്യാസിനിമാർ. ഹൊസ്കോട്ടെ ഇടവാംഗമായ നവസന്യാസിനി ബഹുമാനപ്പെട്ട സിസ്റ്റർ റോഷ്നി ചൂലക്കടവിൽ SHന് അഭിനന്ദനങ്ങൾ. രൂപത സമ്മേളനങ്ങൾ. പാസ്റ്ററൽ കൗൺസിൽ 1 പ്രാവശ്യവും രൂപത അജപാലന കേന്ദ്ര സമിതി യോഗം 2 പ്രാവശ്യവും രൂപത ഉപദേശ സമിതി 1 പ്രാവശ്യവും ഇൻ്റർ കമ്മീഷൻ മീറ്റിങ്ങുകൾ 3 പ്രാവശ്യവും
സന്യാസിനി സമ്മേളനം സിസ്റ്റേഴ്സ് ഗ്യാതറിംഗ് 2 പ്രാവശ്യവും കൈക്കാരന്മാരുടെ സമ്മേളനം 1 പ്രാവശ്യവും നടന്നു. വൈദികരുടെ വിവിധ സമ്മേളനങ്ങൾ. വൈദിക സമ്മേളനം 4 തവണയും വൈദികരുടെ റിഫ്രഷർ കോഴ്സ് 1 തവണയും വൈദികരുടെ വാർഷിക ധ്യാനം 1 തവണയും വൈദിക സമിതിയുടെ പ്രെസ്ബിറ്ററൽ കൗൺസിൽ സമ്മേളനം 1 പ്രാവശ്യവും വൈദികരുടെ മാസധ്യാനങ്ങൾ രൂപതാതലത്തിൽ 2 തവണയും വിശുദ്ധ മൂറം വെഞ്ചിരിപ്പും ജൂനിയർ വൈദികരുടെ സമ്മേളനവും നടന്നു. ജൂബിലി സ്മരണിക പ്രകാശനം. ബെൽത്തങ്കട് രൂപതയുടെ രജത ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി രചിച്ച ഗ്രേസ് എന്ന സ്മരണിക 2024 ഓഗസ്റ്റ് 1 പ്രകാശനം ചെയ്തു. രൂപത രജത ജൂബിലി സമാപനം. രൂപത രജത ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് 2024 ഓഗസ്റ്റ് 3-4 തീയതികളിൽ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് 24 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടന്നു. 2024 ഓഗസ്റ്റ് 4 ഞായറാഴ്ച രാവിലെ 9 വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ രൂപതാധ്യക്ഷന്മാർ ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി നടന്നു. വിശുദ്ധ ബലിയുടെ സമാപനത്തിൽ ജൂബിലി തിരി അണച്ചുകൊണ്ട് രൂപത രജത ജൂബിലിക്ക് സമാപനം കുറിച്ചു. പൗരോഹിത്യ ജൂബിലി ആഘോഷം. ബഹുമാനപ്പെട്ട മാത്യു ആലപ്പാട്ട്, ബഹുമാനപ്പെട്ട അബ്രഹാം പട്ടേരിൽ, ബഹുമാനപ്പെട്ട റോക്കി മേനാച്ചേരി എന്നിവരുടെ സിൽവർ ജൂബിലിയും രൂപത മുൻ പ്രൊക്രേറ്റർ ബഹുമാനപ്പെട്ട ജോസഫ് ചാത്തനാട്ടച്ചിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയും സാഘോഷം രൂപതയിൽ കൊണ്ടാടി. സംയുക്ത കൂരിയ സമ്മേളനം. തലശ്ശേരി അതിരൂപതയിലെ സാമന്ത രൂപതകളുടെ സംയുക്ത കൂരിയ സമ്മേളനം 2024 നവംബർ 21 തലശ്ശേരി ബിഷപ്സ് ഹൗസിൽ വെച്ച് നടന്നു. കൂദാശകർമ്മം. വെഞ്ചിരിപ്പുകൾ. സിദ്ധാപുര കൊടക് ഇടവകയിൽ പുതിയതായി നിർമ്മിച്ച ഗ്രോട്ടോ വെഞ്ചിരിച്ചു. കാട്ടിപ്പിള്ളായിൽ നവീകരിച്ച സിമിത്തേരി, നാവൂർ ഇടവകയിൽ നവീകരിച്ച സിമിത്തേരി, നെല്ലിയാടി ഇടവകയിൽ നവീകരിച്ച സിമിത്തേരി, അഡ്വള ഇടവകയിൽ നവീകരിച്ച സിമിത്തേരി, CMC സിസ്റ്റേഴ്സ് പതാവിൽ പുതിയതായി നിർമ്മിച്ച കാർമൽ ഹോമിയോ ക്ലിനിക്, ജ്യോതി ഹോസ്പിറ്റലിൽ നിർമ്മിച്ച പുതിയ കാഷ്വാലിറ്റിയുടെ ഉദ്ഘാടനങ്ങൾ നടത്തി. പുതിയ സന്യാസ ഭവനം. 2024 ഡിസംബർ 9 SABS സിസ്റ്റേഴ്സ് പുതിയ സന്യാസ ഭവനം മംഗലാപുരത്ത് ആരംഭിച്ചു. മർദാള, കുത്തല്ലൂർ, നാവൂര് ഒപ്പം രൂപതയുടെ വിയാനി സദൻ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. മറ്റ് സമ്മേളനങ്ങൾ. സീറോ മലബാർ സിനഡ്. സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ അസംബ്ലി. KRCBC മീറ്റിംഗ്. KRCBC എക്യുമിനിക്കൽ IRD മീറ്റിങ്ങുകൾ. KRSC മീറ്റിംഗ്. CCK മീറ്റിംഗ്. 62ാമത് LRC സെമിനാർ എന്നിവയിൽ അഭിമന്യ പിതാവും ബഹുമാനപ്പെട്ട ജനാളച്ചനും ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അൽമായരും സംബന്ധിച്ചു. ജൂബിലി ഭവന നിർമ്മാണ പദ്ധതി. കളഞ്ച ഇടവകയിൽ 1 ഭവനവും ബൊൾമനാർ ഇടവകയിൽ 1 ഭവനവും നെല്ലിയാടി ഇടവകയിൽ 1 ഭവനവും നിർമ്മിച്ച് വെഞ്ചരിച്ചു. ഈശോയുടെ ജൂബിലി വർഷം 2025. 2024 ഡിസംബർ 29 സെൻറ്റ് ലോറൻസ് കത്തീഡ്രൽ പള്ളിയിൽ മാർ ലോറൻസ് മുക്കുഴി പിതാവ് ജൂബിലി തിരി തെളിച്ചുകൊണ്ട് ഈശോയുടെ ജൂബിലി വർഷം ഔദ്യോഗികമായി ബെൽത്തങ്ങട് രൂപതയിൽ ആരംഭിച്ചു. ഈശോയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നമ്മുടെ രൂപതയിൽ പ്രത്യാശയുടെ സന്ദേശവുമായി കുരിശ് പ്രയാണം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജടുക്കൽ, മംഗലാപുരം, കൊടകു എന്നീ ഫൊറോനകളിലെ എല്ലാ പള്ളികളിലും കുരിശ് പ്രയാണം നടന്നു. ഇപ്പോൾ കുട്രപ്പാടി ഫൊറോനയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വത്തിക്കാൻ സുനദോസിൻ്റെ തിരുസഭ, ആരാധനാക്രമം, ദൈവവചനം, സഭ ആധുനിക ലോകത്തിൽ എന്നീ 4 പ്രമാണരേഖകൾ നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകളിലും പഠിക്കുന്നതിൻ്റെ ഭാഗമായി 2025 ഫെബ്രുവരി 26 ജ്ഞാനനിലയത്തിൽ ഒരു ഏകദിന പഠന ശിബിരം പാലക്കാട് രൂപതാംഗമായ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ കലമറ്റത്തിൽ രൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും നടത്തി. രൂപത ബൈബിൾ കൺവെൻഷൻ 2024 ഡിസംബർ 6 മുതൽ 10 വരെ
തോട്ടത്താടിയിൽ വെച്ച് പ്രസിദ്ധ ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ രൂപത ബൈബിൾ കൺവെൻഷൻ നടത്തുകയുണ്ടായി. പുതുവർഷ സൗഹാർദ്ദ സമ്മേളനം 2025 ജനുവരി 3 ജ്ഞാനനിലയത്തിൽ വെച്ച് കൊണ്ടാടി. മറ്റ് സംരംഭങ്ങൾ: നവീകരിച്ച കുർബാനക്രമത്തിൻ്റെ കന്നഡ പരിഭാഷ പുരോഗമിപ്പിക്കുന്നു. അഭിവന്യ പിതാക്കന്മാർക്ക് പ്രാർത്ഥനാശംസകൾ. സിറോ മലബാർ സഭയുടെ റോമിലെ കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവിനും റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗമായി നിയമിതനായ റാഫേൽ തട്ടിൽ പിതാവിനും ബെൽത്തങ്ങാടി രൂപതയുടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും. മറ്റു പുതിയ മെത്രാന്മാർ: ബാംഗ്ലൂരു അതിരൂപതയുടെ സഹായ മെത്രാന്മാരായി സ്ഥാനാരോഹണം ചെയ്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് സുസൈനാഥൻ, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ആരോഗ്യരാജ് സതീഷ് കുമാർ, കണ്ണൂർ രൂപതയുടെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി നിയമിതനായ മാർ തോമസ് തറയിൽ, ശംഷാബാദിൻ്റെ 2ാമത്തെ മെത്രാനായി നിയമിതനായ മാർ പ്രിൻസ് ആൻ്റണി പാണയങ്കാടൻ എന്നീ പിതാക്കന്മാർക്ക് രൂപതയുടെ പ്രാർത്ഥനാശംസകൾ. റോമിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ജനറൽ അഫയേഴ്സിൻ്റെ ഓഫീസിലേക്ക് സേവനത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കള്ളിയാട്ടച്ചന് രൂപതയുടെ ആശംസകൾ. കഴിഞ്ഞ 2024-25 അധ്യയന വർഷത്തിൽ SLCയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും രൂപതയുടെ അനുമോദനങ്ങൾ. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടവർ: നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ എന്നിവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ബെൽത്തങ്ങാടി രൂപതയുടെ ആദരാഞ്ജലികൾ. രൂപതാ കുടുംബത്തിൽ മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ദൈവം നിത്യസമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപസംഹാരം: കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം ബെൽത്തങ്ങാടി രൂപതയെ തൻ്റെ കരുണയുടെ പൊൻചിറയിന് കീഴിൽ സംരക്ഷിച്ച് വഴി നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം രൂപതയുടെ സർവോന്മുഖ വളർച്ചയ്ക്കായി അഭിവന്യ പിതാവിനോടൊപ്പം സദാ യത്നിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായ സഹോദരങ്ങൾക്കും ദൈവകൃപ നേരുകയും ചെയ്യുന്നു. അപ്പസ്തോലിക പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച നിങ്ങളുടെ വിലയേറിയ സമയത്തിനും ത്യാഗത്തിനും പ്രാർത്ഥനകൾക്കും നല്ല ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രൂപതയുടെ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ഫാദർ ലോറൻസ് പൂണോളിൽ, ചാൻസലർ.